നമ്മളുള്ള ചൊക്കം ചാടും പോലെ ചാടി ചാടി വേണം പോകും. താണ്ട് ഇങ്ങനെ സ്റ്റെപ്പ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വിതുര കല്ലുവാർ എന്ന് പറയുന്ന സ്ഥലത്തൊരു കല്യാണത്തിന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്ന വഴി ഞാനിപ്പോൾ പകുതി വൈകിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ കല്യാണത്തിനോട് പോകുന്ന വഴി ഞാനൊന്ന് കാണിച്ചു തരാമേ. നമ്മുടെ കയ്യിൽ നിന്ന് താളി പോയി കഴിഞ്ഞാൽ വണ്ടി വീഴും. അത്ര തന്നെ വീണ് കഴിഞ്ഞാൽ വാക്കിന് കിട്ടുകയും ചെയ്യും. ഒരു മാസത്തെ 2 ദിവസം വച്ചാനത്താനുള്ളത് കിട്ടും. പണിയാളെല്ലാവരും കൂടെ പേപ്പർ കാണാൻ വന്നപ്പോൾ വന്ന് കൊണ്ട് അങ്ങോട്ട് പോയപ്പോൾ കുഴപ്പമില്ല. തിരിച്ചു വന്നപ്പോൾ മാവിൻ്റെ ഒരു അപ്പേര് ആന വന്നിട്ട് പോലെയാണ് ഞാൻ കണ്ടുപോകുന്നേ ഉള്ളൂ. ഞാനും കണ്ട് ഒരു ടാറ്റ ഈവി നെക്സോണാണെന്ന് തന്നെ. അത് തന്നെ പണ്ട് ഞങ്ങളുടെ പേപ്പറ ഡാം കെട്ടിയ സമയത്ത് ഡാം കെട്ടാൻ കരുതി മുടച്ചിട്ട മെറ്റിലാണ്. എന്നിട്ട് ഇവിടെ നമ്മൾ പോകുന്ന ഇവിടെ തന്നെ ഡാമിലോട്ട് ആറ്റിൽ നിന്ന് അന്ന് മണൽ കോരിയ അരിച്ചു കളയാൻ ഗ്രാവലൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ ആ ഗ്രാവലൊക്കെ കണ്ട് കൊണ്ടാണ് ഗൈസ് പോകുന്നത്. പാഞ്ചാലി കൊണ്ടേ. പിന്നെ ഈ സൈഡ് എന്ന് പറഞ്ഞാൽ അവിടെ കോൺക്രീറ്റ് അതിപ്പോൾ കണ്ടോടാ. പിന്നീട് എപ്പോഴും കാണിച്ചില്ല. ഇവിടെ എന്താണ് ഫ്രണ്ടിൽ അത് തന്നെ. പിന്നെ ഇവിടത്തെ തിട്ടാണൊക്കെ ഇരിക്കുന്നതെല്ലാം മറ്റേ ആറ്റിലെ ഗ്രാവലാണ്. മണലിൻ്റെ ഗ്രാവലെന്ന് അരിച്ച് കയറ്റി ആ ഗ്രാവലാണ്. അത് അറിയാൻ പറ്റുമല്ലോ. നമ്മളങ്ങനെ പേപ്പർ ഡാമിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. റോഡാണേ. അത് അങ്ങോട്ട് നോക്കൂ ഗൈസ്, അതാണ് പേപ്പാറ ഡാമേ. പൊളിയാണ്. നമ്മളെപ്പോഴെങ്കിലും നമ്മൾ ഫുള്ളായിട്ട് ഇതാ കാണിച്ചു തരും. വൈകുന്നേരം വരുമ്പോൾ നമ്മൾ ഇതൊക്കെ വേറൊരു വ്ളോഗും കൂടി ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അതുണ്ട്. അത് അന്ന് മിഷനൊക്കെ വെച്ചതിൻ്റെ ഡാം കെട്ടിയ സമയത്ത് മിഷനൊക്കെ വെച്ച് അവിടെ അതിലൊരു തുള മിഷനൊക്കെ വെച്ചതിൻ്റെ സെറ്റപ്പാണ്. വീടുകളാണ്. പിന്നെ ഇതിനകത്താണ് നമുക്കന്ന് ക്രൂഡ് ഓയിലാണ് കണ്ടെത്തിയത്. ഈ താഴെ കാണാൻ ഇത് മറ്റേ ഈഞ്ചപ്പടപ്പാണ്. ഇതിനകത്താണ് അന്ന് ഡാം കെട്ടാൻ കരുതി വാനം വെട്ടിയ സമയത്ത് ക്രൂഡ് ഓയിൽ കണ്ടെത്തിയെന്നുള്ള ഇതൊക്കെ വന്നത്. അങ്ങനെ സംഭവമുണ്ട്. വലിയ എണ്ണപ്പാടമാണ് ഗൈസ്. ഇങ്ങനെ ഈഞ്ചാപ്പൊക്കെ കയറി കാട് കയറി കിടക്കുന്നത് സുഹൃത്തുക്കളെ. അങ്ങനെയൊക്കെ ഉണ്ടോ ഇവിടെ? അത് മണ്ണെണ്ണ. ഈ ഡാം കെട്ടിയ മണ്ണെണ്ണ കണ്ടെത്തി എന്നൊക്കെയാണ് ഇവർ പറഞ്ഞതിന്. ഉള്ളതാ കള്ളം. അപ്പോൾ പിന്നെ ഇവർ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞതുകൊണ്ട് ഒരു വലിയ വിശ്വസിക്കാനും പറ്റൂലേ. സമയമായില്ല. ഗൈസ് നമ്മുടെ വഴി അടഞ്ഞു ഗൈസ്. അമ്പടാ. അങ്ങനെ നമ്മൾ സൈഡിലൂടെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ പേപ്പാറ ഡാമിൻ്റെ സൈഡിൽ ഡാമിൻ്റെ താഴെത്തിയിട്ടുണ്ട്. ഇതാണ് പാലം. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വിതുര, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വനം, നമ്മുടെ വീട്. അപ്പോൾ നമ്മൾ പേപ്പാറ ഡാമിൻ്റെ സൈഡിലെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു 360 വ്യൂ. വെള്ളം കയറ്റുന്നത് കണ്ട അതാണ് വെള്ളം കയറ്റുന്നതാണ്. സ്റ്റെബിലിറ്റിയടാ, ഒന്നും പറയാനില്ല. ക്യാമറ ഒക്കെ നിന്നാണ് തിരക്കുന്നത്. ഇങ്ങോട്ട് നോക്കടാ, ഒരു തംസപ്പൊക്കെ ഇട ഇങ്ങനെ പൊളിച്ച് കൊള്ളാം. എടുത്തോ, കയറിക്കോ. നമ്മളങ്ങനെ പേപ്പാറ ഡാമിൻ്റെ അതിമനോഹരമായി വിഷ്വലൊക്കെ കണ്ടും കൊണ്ട് നമ്മൾ ഇതാ തെറുക്കയാണ് അടുത്ത കല്ലുപാറ എന്ന കൊച്ചു ഗ്രാമത്തിലോട്ട്. അങ്ങനെ ഞാൻ അവിടെ ഷൂട്ട് ചെയ്തെന്ന് വെച്ചാൽ അവിടെ KSEBിയുടെ പേപ്പാറ പവർ ഹൗസും സെറ്റപ്പൊക്കെയാണ്. പിന്നെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നെ അവിടെ ഷൂട്ട് ചെയ്തിരുന്നത്. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞതാ നമ്മളെ പവർ ഹൗസിൻ്റെ സൈഡിലൂടെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ കഴിഞ്ഞ് ഇങ്ങോട്ട് ഒരുത്തൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അതുകൊണ്ട് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിതാ വന്നത് അങ്ങോട്ട്. അതാണ് ഈ സ്റ്റാപ്പാറ ഡാമിലെ പേര്. അങ്ങോട്ടൊരു ഇതുണ്ട്, അവിടെ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിതുരയിൽ നിന്ന് വരുമ്പോൾ ഈ സ്ഥലം, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം വരെയാണ്. ഈ സ്ഥലം വരെ ബസ്സുള്ളൂ. ഇവിടെ വരെ വണ്ടി വെച്ചിട്ട് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തോട്ട് കയറാൻ. ഇവിടെ ഒരു കടമാൻ്റെ ഒക്കെ ഉണ്ട്, അവിടെ വലിയൊരു കടമാൻ്റെ തലയൊക്കെ വെച്ചിട്ടുണ്ട്. അല്ല, കടമാൻ്റെ ഫുള്ളും ഉണ്ട്. നമ്മൾ അതാണ് വിതുരയായിട്ടുള്ള റോഡ്. ഏതാ പറയുന്നത്? ഇന്നലെ എന്ത് ഫ്രഷായിട്ട് കിടന്ന റോഡ്, ഇന്നലെ എന്ത് ഫ്രഷായിട്ട് കിടന്ന റോഡ് 30 കരിയിലേക്ക് അടച്ച് കിടക്കുന്നത്. ഇതുപോലത്തെ വളവുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ചില പ്രാന്തന്മാരുണ്ട്, അവർ 90 100-ലൊക്കെയാണ് വരുന്നത്. ഇവിടെ മുന്നേ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ നിന്ന് വലത്തോട്ട് പോയി പൊടിയാക്കാല എന്നേരം അതേ പോണം. എൻ്റെ തൊലി കളയല്ലേ, അത് ഒത്തിരി ആയിപ്പോയി. എനിക്ക് മരുന്നമാരാക്കി എടുത്തിട്ട് കല്യാണ ചാർജിൻ്റെ ആളുകളാണ്. കരിപ്പ് തീരുമോ? നമ്മളങ്ങനെ നമ്മുടെ ഡ്രൈവറിൻ്റെ തരിപ്പ് കാരണം നമ്മൾ ഓഫ് റോഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തരാണ് ദൈവത്തിന് തന്നെ അറിയാം. അതിലാണ് റോഡ്. ഇതിലേക്ക് തിരിച്ചു വരാം റോഡിലേക്ക്. നമ്മുടെ ഡ്രൈവർ നമ്മളെ പെരുവയിലാക്കിയിട്ടുണ്ട് ഗൈസ്. ഇന്നാന്ന് ഞാൻ വിചാരിച്ചേന് ഇതിലെ കൂടെ ഓഫ് റോഡ് അടിക്കാൻ വേണ്ടി വരണമെന്ന്. നമ്മൾ അങ്ങനെ നമ്മൾ താഴെ എത്തുന്നതാണ്. താഴെത്തും. അങ്ങനെ ഇവിടെ എല്ലാം കണ്ട തടത്തൊക്കെ തടി മറ്റേ ഇതിൻ്റെ ഇവിടുത്തെ മരത്തിൻ്റെ പേരെന്താണ്ടേ? മാഞ്ചിയമാണ് ആ സാധനം. മാഞ്ചിയമാണ് കേസ് ഇവിടെ കൊണ്ടുവരുന്നത്. അതെല്ലാം മുറിച്ച് നമ്മൾ വരുന്ന കിട്ടില്ല റോഡ് കണ്ടേ. അങ്ങനെ എന്തോ മാഞ്ചിയമായിരിക്കും. അൽക്കേഷ് കേസ് അക്കേഷ്യയാണ് ഇവിടെ കിടന്ന മരം. ഇതുപോലെ പല ഓഫ് റോഡും പല തരിപ്പുകളും നമ്മളെ പല ആവത്തിലും കൊണ്ട് ചാടിച്ചത്. നീ അതൊന്നും മറക്കരുത്. ഇതിലൂടെ ആരെ വണ്ടി കൊണ്ട് പോക്കണ്ടോ? അതുകൊണ്ട് ഇത് കുടിയന്മാരായിരിക്കും ഇവിടെ. കുടിച്ച് എത്തിപ്പുര മൂക്കുമ്പോഴുള്ള തരിപ്പുകൾ അറിയാമല്ലോ. അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് മെയിൻ റോഡിൽ കയറിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. വിദൂരതയിൽ ആ കാണുന്ന മല കണ്ടോ? അതാണ് ചിട്ടിപ്പാറ. അതാണ് ഗൈസ് ചിട്ടിപ്പാറ. കണ്ടോ, ഈ കാണുന്ന സംഭവമാണ് ചിട്ടിപ്പാറ. സൂം ചെയ്ത് വണ്ടി അരിയായിട്ട് ഒന്നും കണ്ടോളാം. പിന്നെ ഇവിടെ തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തിന് ചരിത്രമുണ്ട്. സംഭവം ഞാൻ പറഞ്ഞ ഇവിടെ ഒരു സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. നമ്മുടെ കൂട്ടത്തിന് ബാക്കി ആൾ വരാനുണ്ട്. അപ്പോൾ അവരൊക്കെ വന്നിട്ട് നമ്മൾ പോകുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പോവുകയാണേ. ഇവിടെ നിർത്തിക്കാം. നമ്മളങ്ങനെ നമ്മുടെ കൂടെ ഉള്ളവർ വരാൻ കയറി നമ്മൾ ഇതുവരെ ഒരു ഇടവയിൽ എവിടെയോ ഒരു ഇടവയിൽ വന്ന് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ അവർ വന്നിട്ടായിരുന്നു ഇനി അങ്ങോട്ടുള്ള യാത്ര. ഇപ്പോൾ തന്നെ 12 മണി ആയെന്ന് തോന്നുന്നുണ്ട്. 12:04 ഗൈസ്. അങ്ങനെ നമ്മളിവിടെ നിന്ന് കല്ലുവാറിലോട്ട് നമ്മൾ തിരിഞ്ഞ് കുറച്ച് മേലെ ഇങ്ങനെ നമ്മൾ വന്ന സ്ഥലത്തോട്ട് തിരിഞ്ഞ് കുറച്ച് മേലെ കയറി വയ്ക്കുകയാണേ. നമ്മുടെ കൂടെയുള്ള വിടലുകൾ ഇവിടെ തൊലിഞ്ഞൂത്തേക്ക് ഇരിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. പിന്നെ ഉള്ളത് ഞാൻ എന്നെ കണ്ട ഞങ്ങൾ തലയിറങ്ങി വയ്ക്കും. കണ്ട കേസ് നമ്മളിങ്ങനെ അടിച്ച് വൈബടിച്ച് പുളന്ന് കുറച്ച് നടക്കുകയാണ്. അങ്ങനെ നമ്മുടെ കല്ലുപാറ ട്രിപ്പ് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ കൊണ്ടുള്ള വണ്ടി ഇതാ വരുന്നുണ്ട്. നിൽക്കട്ടെ, നമ്മളെ ഒരുത്തന് വെളിയിൽ തരം കാണിച്ചതാ. അവന് പ്രാന്ത് കയറി ഗൈസ്. കണ്ടില്ല കാണാനല്ല.
പെടായി വണ്ടി അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാ ബാക്കിൽ നിന്ന് വണ്ടി വന്നുകൊണ്ടിരിക്കാം. എന്താ കോൺക്രീറ്റ് ഇട്ടാണ് അന്ന് അതുവരെ വലിയ കോൺക്രീറ്റ് ഇട്ടുള്ളൂ. ഓ സെക്കൻഡ് അടിച്ച് ഇവിടെ കയറി കൊടുക്കും. നിങ്ങളിപ്പോൾ ഇങ്ങനെ തോന്നുന്നത് കുത്ത് കയറ്റാണ്. ഫസ്റ്റ് തന്നെയാടാ തള്ളിയിടല്ലേ. ഫസ്റ്റ് വെച്ച് പോടാ കണ്ടേ. ഭക്ഷണമായിരിക്കും എല്ലാം തന്നെ മുഖം. ഒരു കോവിലൊക്കെ ഉണ്ട്. അമ്പട ഇതുവരെ കാര്യമുള്ള അവിടെ അന്ന് പോകണം. നമ്മളത് അടുത്ത എൻ്റെ പൊന്നെ അവിടെ വണ്ടി തിരിക്കാനുള്ള സ്ഥലമില്ല. അതുകൊണ്ടാണ് വണ്ടി ഇവിടെ ഇട്ടിരിക്കുന്നത്. പിന്നെ അതോ കിടക്കുന്ന കേസ് താഴെ നേരത്തെ വന്ന വലിയ വണ്ടികൾ ഇങ്ങോട്ട് വലിയ റോഡാണെങ്കിലും വലിയ വണ്ടിയൊന്നും പോകില്ല. വണ്ടി പോകുമ്പോൾ പക്ഷെ അവിടെ തിരിച്ചെടുക്കാനുള്ള ഗ്യാപ്പില്ല കേസ്. ചെറിയൊരു സെറ്റപ്പ് ആയതുകൊണ്ട് നമ്മൾ അവർ വണ്ടിയെല്ലാം താഴെ ഇട്ടിരിക്കുന്നു സുഹൃത്തുക്കളെ. അമ്മ ഒരു സമയം മാത്രം നമ്മൾ വണ്ടി കയറ്റി വെക്കും. വേണേ അവിടെ കോലേ എടുക്കും. ഫുള്ള് കേസ് പാർക്കിങ് ഫുള്ളാണ് കേസ്. അങ്ങനെ നമ്മൾ വണ്ടി സൈഡ് ഓടിച്ച് വണ്ടിയൊക്കെ നോക്കിയിട്ടുണ്ട്. നമ്മളങ്ങനെ മന്ദനമല്ല, നല്ല റിസ്ക് എടുത്ത് നടന്ന് നീക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇങ്ങോട്ട് നോക്കൂ സുഹൃത്തുക്കളെ. ഇതുവരെ വണ്ടി വരും. അവിടെ നിന്ന് നമ്മളിങ്ങോട്ട് നടവയ്യാണ് കേസ്. നടന്നുകൊണ്ടിരിക്കുകയാണ്. അച്ഛനല്ല കുഞ്ഞമ്മയൊക്കെ പടിയ ഓട്ടം പോച്ച പോലും പൊടിച്ചില്ല സുഹൃത്തുക്കളെ. നമ്മളിതാ വേണ്ടി നിറയെ നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി മറിഞ്ഞ് കിടക്കുന്നുണ്ടായിരിക്കും. കാരണം വോയിസ് തന്നെ കേൾക്കുമ്പോൾ അറിയാം ചെവുത്തയില്ല. വോയിസ് ഇട്ട രണ്ടെണ്ണത്തിനും ചെവുത്തയില്ല. ബൈക്ക് നമ്മളിവിടെ കൊണ്ടുവന്നു. പിന്നെ പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ നമ്മൾ കല്ലുപാറ എന്ന് പറഞ്ഞ കൊച്ചു ഗ്രാമത്തിലെത്തിയിട്ട് നമ്മൾ മാല അവിടെയാണ് പരിപാടി നടക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു പഴയൊരു കുളം ഉണ്ടായിരുന്നു. നമ്മളാണ് കുളം കാണാൻ വന്നതാണ്. കുളം കാണാൻ വന്ന് കുളത്തിൻ്റെ ആഴമൊക്കെ നമ്മൾ അളന്നു ഏകദേശം. അതിന് നമ്മുടെ 3 ചുണക്കുട്ടികളും കൂടെ ഉണ്ടേ. 1 2 3 പാമ്പ് പോയ പണ്ട് പാറയെന്ന് ഉറക്കാതെ കിടന്ന കാലത്ത് പാമ്പ് പോയെന്ന് പറഞ്ഞൊരു നമ്മൾ വിശ്വസിക്കുന്ന സംഭവമുണ്ട്. എവിടാ ഇതിൻ്റെ അടിയായിട്ട് നല്ല വക്കാണോ? നല്ല വക്കാണോ ഇതിൻ്റെ അടിയായിട്ട്? കണ്ടു നോക്കണം. നമ്മളങ്ങനെ പാറിലെ കരിയിലേക്ക് ഒന്ന് കിടക്കാപ്പെട്ട് നമ്മൾ തണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ? ഇതാണ് ആ പോയ പാടുണ്ടല്ലേ. അത് കാട് വരണ്ട ഈ പാട്. അവിടെ താട്ട് പോകല്ലേ, താട്ട് ആറ്റ വരയാണ് കാണുന്നത്. കേസ് നമ്മളങ്ങനെ തണ്ടിയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. കണ്ടോ കാണാൻ പറ്റും എന്താ ഇവിടെ കണ്ട
ഇത് നമ്മുടെ പാമ്പ് പണ്ട് പാറയൊക്കെ പൊതുവെ ഇത് ബലവിലാകുന്ന സമയത്ത് പാമ്പ് പോയെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു സംഭവമാണ്. ഇത് കണ്ട എന്താ ഇവിടെയും ഗ്രിപ്പുണ്ട്, ഇവിടെയും ഗ്രിപ്പുണ്ട്. ഇവിടെ നമ്മളെ മൊയ്ക്കന്നിരിക്കുന്നത്, ഇവിടെ കൂടി വന്ന് പാമ്പ് വരച്ചുകൊണ്ട് പോയെന്നാണ് നമ്മൾ വിശ്വസിക്കപ്പെടുന്നത്. ബഡ്സ് കാണട്ടെ. ഇവിടെ നിന്ന് ഇങ്ങോട്ടുണ്ടേ, അവിടെ നിന്ന് കാട്ടിനകത്ത് അങ്ങോട്ടും ഉണ്ട്. അയ്യോ വേണ്ട, അങ്ങോട്ടും ഉണ്ട്, ഇവിടെ നിന്ന് അങ്ങോട്ടും ഉണ്ടേ. ഇവിടെ നിന്ന് ഇങ്ങനെ ക്യാമറകൾ കാണാൻ പറ്റുള്ളൂ. ഇങ്ങനെ 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 പാടുണ്ടേ, ക്യാമറയിൽ കാണുന്നുണ്ട്. ഇവിടെയാണ് പാമ്പുണ്ടല്ലോ, തലയെ വെച്ച് കിടന്നില്ലേ, തലയെ വെച്ച് കിടന്ന് അതിൻ്റെ അടി സൈഡ് തൊട്ട് താന്നിരിക്കുന്നത് ഇതാണിത്, പാമ്പിൻ്റെ തലയുടെ ഭാഗമാണിത്. ഇത് ഇങ്ങന്നാണ് വന്നത്, ഇവിടെ നിന്ന് വന്നതല്ലേ, ഇവിടെ നിന്ന് വന്ന് അങ്ങ് വരെ ഉണ്ടല്ലേ. ഓ അങ്ങൊക്കെ ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ പോയിരിക്കുന്നുണ്ട്. ചന്ദ്രി ഒരുത്തൻ അങ്ങ് പോയി നിൽക്കുകയാണ്. നമുക്കല്ല, നമ്മള് ക്യാമറ നോക്കിയാൽ കാണാൻ പറ്റും, പാമ്പ് ക്യാമറ കാണാൻ പറ്റുള്ളൂ. ഇവിടെ വന്നാണ് തലയെ വെച്ച് കിടന്നും കൊണ്ട് ഇവിടെ കൂടെയാണ് പാമ്പ് കയറി വന്നത്. അങ്ങോട്ട് പോയ പാട് കാണാം, അവിടെ കൂടെ സൈഡിൽ കൂടെയാണ് പാമ്പ് കയറി വന്നത്. ഇതില്ല, ഇത് കാണാൻ പറ്റും, ഇത് കാണാൻ പറ്റും, അറിയാൻ പറ്റും. ഇത് അടുത്ത് വെച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവിടെയും ഇത് ഗ്രിപ്പുണ്ട്, ഇവിടെയും ഗ്രിപ്പുണ്ട്, ഇവിടെ മൊഴിക്കണം. അത് തന്നെ, അത് പണ്ട് പോയ പാമ്പാണ്. ഈ പാമ്പാണ് അങ്ങ് ചങ്ങലിപ്പാറ എവിടെ വരെ പോയെന്ന് പറഞ്ഞ ഇങ്ങനെയാണ് പറയുന്നത്. അഗസ്ത്യാർകൂടം വരെ പോയി പ്യാരി കാപ്പിച്ച പാമ്പാണിത്. കണ്ട് ഈരെ കൂടിയൊക്കെ കണ്ട ഇവിടെ ഒന്ന് കാണിച്ചു കൊടുക്കും. അത് കാണിച്ച് അവിടെ നിന്ന് തുടങ്ങിയത്. ഇപ്പൊ നമ്മളാണ് പാമ്പ് അവിടെ പോയ ആ ഇതിലാണ് നമ്മൾ നിൽക്കുന്നത്. അതല്ലേ അവൻ നിൽക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ 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 വന്ന് ഇവിടെ കൂടെ ഇങ്ങനെ കയറി ഇവിടെ നിന്ന് കിടന്നിട്ട് റെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ പോയ പാടാണേ. നമ്മളങ്ങനെ അത് കണ്ട് പാമ്പ് പോയ പാടൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ താണ്ടേ, ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഗൈഡേ. ഗൈസ്, ഇനി നമ്മൾ ഇവിടെ നിന്ന് കിണർ കാണാൻ പോകും. കിണർ കണ്ടിട്ട് വന്നിട്ട് തന്നെ കഴിക്കാതിരിക്കണം. ഇതും കിണർ തന്നെയായിരുന്നു, അത് അവിടെ അവർ വെട്ടി ഉണ്ടാക്കിയതാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു കിണറ കുളം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇത് നല്ല കിടിലൻ ഗ്രൗണ്ടാണ്. ഇത് ക്രിക്കറ്റ്, ഫുട്ബോൾ. ചന്ദ്രി ഒരു തവണ വന്നതിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ് അവരാണ് നമ്മളെ ഗൈഡ് കാണിക്കാൻ. കറുത്തല്ലേ ഇങ്ങോട്ട് വാ, കൊണ്ട് കാട്ട്. സോസ് കാണിച്ചു തരാമേ. ഇതാണ് കളറ്, കാണാനില്ലല്ലോ. ഇതിന്റെ മേലെയാണ്, അതായത് നമ്മുടെ ഉള്ളതൊക്കെ പോകാൻ താഴോട്ട്. പണ്ടത്തെ ഉള്ള ആചാരങ്ങൾ നടത്തണ ഒരു ഇത് അതേപോലെ മേളാണ്. ഇവിടെയാണ് ഗ്രൗണ്ടൊക്കെ കെട്ടി പരിപാടിയൊക്കെ നടത്തണത്. ഇത് നമ്മളെ വിശ്വാസ സ്ഥലം. പിന്നെ ഇത് വെയിൽ തണുത്താലേ കൊള്ളാൻ തുടങ്ങി, അല്ലെങ്കിൽ ഭയങ്കര വെയിൽ. ഇവിടുത്തെ കുറച്ച് അത് തന്നെ ഇവിടുത്തെ കഴിഞ്ഞ കൊടുത്ത കളത്തിലെ പരിപാടിക്ക് ചന്ദ്രൻ തേയിലയും കോരിയും കൊണ്ട് വീണ സ്ഥലം കാണാനാണ് നമ്മൾ പോണത്. ഇന്ന് ചരിത്രത്തിൻ്റെ ഒരു കൂമ്പാരമാണല്ലോ കേസ്. പറയുന്നത് കഴിക്കണം കേട്ടാ, പിന്നെ തിന്നിട്ട് പോണം. എനിക്ക് ചെന്നിട്ട് അങ്ങ് 1000 കറി പോകാനുള്ള. എനിക്ക് ചെന്നിട്ട് ഇവിടെ തന്നെ കിടക്കണം. നീ ഇവിടെ കിടന്നാൽ മതി, ഇത് കവലകളായിട്ട് കണ്ടുപോകരുത്. ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഇരുന്ന് അപ്പം കുറച്ച് വെള്ളം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കോരിയിട്ട് വെച്ചപ്പോൾ ഈ കസേര മൂട് പറഞ്ഞു. ഒരു പേരെ കേസ് അവനാണ് തേയില വരിട്ടുണ്ട്. ഇതിൻ്റെ അടിച്ചാണ് പോയി വന്നത്. ഒരു സൈക്കിൾ ഇതായി കട്ടപ്പുറത്ത്. മറ്റേ വലിയ നമ്മൾ തിന്നാൻ പോയി. അങ്ങനെ നമ്മൾ
അങ്ങനെ നമ്മൾ ചോറൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇതാണ്ട് എൻ്റെ ഇവിടെ രണ്ടമ്മർ തിന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഇവിടുത്തെ പരിപാടിയിൽ നേരത്തെ ഇവിടെ വന്നിട്ട് ഇവിടെ നമ്മൾ നേരത്തെ വന്നിട്ട് അപ്പോൾ ഇവിടെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അപ്പുറത്തെ പോയി ഷൂട്ട് ചെയ്തിട്ടാണ് ഇവിടെ വന്നത്. നമ്മളിപ്പോൾ കഴിച്ചിട്ട് ഇവിടെ ഇരിക്കും ഗൈസ്. അങ്ങനെ നമ്മൾ ഇവിടെ അടുത്ത പരിപാടിയെല്ലാം ഏകദേശം കഴിഞ്ഞിട്ട് ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഇറങ്ങണം ഇനി ഇറങ്ങിയിട്ട് ഹലോ ഗൈസ്. അങ്ങനെ അവനെ പറ മാത്തുകൂട്ടി. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിതാ ഒരു കരിങ്ങാലുള്ള എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് വന്നപ്പോൾ ഒരു കുപ്പി പച്ചവെള്ളമായിട്ടുണ്ടെന്ന് ഇവിടെ നിന്ന് ഒരു കരിങ്ങാലുള്ള സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്, ഇറങ്ങിയിട്ടുണ്ടേ. അങ്ങനെ നമ്മൾ പൂവാങ്ങരുന്ന് ഇറങ്ങിയപ്പോൾ അവർ വെറ്റ പറിച്ച്. അങ്ങനെ ഞാൻ ഒരു ഇത് വള്ളിയോടെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ വള്ളിയോടെ ഇത്രയും വള്ളിയോടെ എടുത്തിട്ടുണ്ട്. അവരെ മരത്തിൽ നിന്നെല്ലാം വലിച്ചൂരെടുത്ത് ചന്ദ്രയോടെ നോക്കി. നമ്മുടെ മാത്തുക്കുട്ടി അങ്ങനെ പുതിയൊരു സ്ഥലം കണ്ടുപിടിച്ച് പോയിട്ടുണ്ട്. ചെരുപ്പ് പോയിടാം. സ്ഥലം കണ്ടുപിടിച്ച് പോയിട്ടുണ്ട്. അങ്ങോട്ട് നമ്മളും പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഒരു രക്ഷയില്ല, കിടില്ല സുഹൃത്തുക്കളെ. ഇത് കാണണം സുഹൃത്തുക്കളെ, ഒരു രക്ഷയില്ല, അടിപൊളി. പണ്ട് ക്യാമറ ഇട്ടല്ലേ കാണാൻ പറ്റുള്ളൂ. സുഹൃത്തുക്കളെ, നമ്മളങ്ങനെ ഈ ഒരു കല്ലുവായ കൊലച്ച് നിൽക്കുന്ന കണ്ട സുഹൃത്തുക്കളെ. കല്ല് പാറയെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത വ്യൂ. ഇത് വ്യൂ ഇതുവരെ വന്നതിന് ലാഭം ഉണ്ടായത് ഇപ്പോഴാണ്. കേസ് അങ്ങനെ കണ്ണാടി വെച്ചാലേ കോളായിട്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കണ്ണാടി നോക്കട്ടെ. ഓ, ഇവിടെയൊക്കെ ആൾക്കാരുണ്ട് കേട്ടാ. ഇവിടെയൊക്കെ ആൾക്കാരുണ്ട്. ഗൈസ്, ഒരു രക്ഷയില്ല. അമ്പോ, നൈസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത നൈസ് ഏരിയ. കണ്ട കിടലിൽ തന്നെ ഗൈസ്, കിടലിൽ തന്നെ ഒരു കല്ലായി അവിടെ കൊലച്ച് നിൽക്കുന്നുണ്ട്. ഒരു രണ്ടൊന്ന് കല്ലാടി ഇലകളൊക്കെ അവിടെ കാണുന്നുണ്ട്. നമ്മുടെ സന്ദ്രി അവിടെ ഒന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മാത്തുക്കുട്ടി ഇവിടെ കറങ്ങി എടുക്കുകയാണ്. പിന്നെ ഞാൻ ഇതാണ് ഞാൻ ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചങ്ങ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തിരിച്ചിറങ്ങിയാണ്. കണ്ടേ, സ്റ്റെപ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സൂപ്പറാണേ. പക്ഷേ ഇതൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കിവിടെ കൂടി സുഗമമായിട്ട് നടക്കാം. എന്തായാലും ഇതൊക്കെ അടിപൊളിയാണേ. ആ, അമ്പോ, മറക്കാൻ പറ്റുമോ? അങ്ങനെ നമ്മൾ തിരിച്ചതാ. നമ്മൾ വണ്ടി കൊണ്ടിട്ട് എൻ്റെ ഏകദേശം അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ചൊക്കം ചാടും പോലെ ചാടി വേണം പോകും. താണ്ട് ഇങ്ങനെ സ്റ്റെപ്പ് നട കിടക്കാണേ. കണ്ട ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ തനിക്കുള്ള പാറയിൽ ഇങ്ങനെ കണ്ട ഈ സംഭവത്തിൽ ഉളി കൊണ്ട് ഇങ്ങനെ കൊത്തി പടിയുണ്ടാക്കാണ്. തന്നെടാ പോയപ്പോൾ ചില്ലറ ദൂരമില്ല, വന്നപ്പോൾ താണ്ട് എളുപ്പമെത്തി.
എടുക്കാൻ അന്നാ മതി. നീ അവിടെ ഒഴിഞ്ഞുള്ള എന്താ അവര് ഏർപ്പാട്ട്. പടിയിലൂടാടാ. ഞാനിവിടെ പിന്നെ ക്യാമറ തൂക്കി പിടി നിൽക്കുന്ന എന്തിരിക്കും. അതാ കേസ്, ഞാനൊരു നല്ലൊരു ഇത് വെച്ച അവൻ നശിപ്പിച്ചു കേസ്. അവൻ നശിപ്പിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. ദാ വരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിൻ്റെ അടുത്ത് നിരപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ. അങ്ങനെ നമ്മുടെ കല്ലും മുള്ളും സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ് സുഹൃത്തുക്കളെ നമ്മൾ ഇങ്ങനെ വന്നത്. നമ്മൾ താണ്ടേ ഈ പാറയുടെ മണ്ടയിൽ വരെ കാണാനും നിങ്ങളെ കാണിക്കാനും ഒരു വീഡിയോ സെറ്റ് ചെയ്യാനും നമ്മൾ വരുന്നതായിരിക്കും. എഴുതറാ നമ്മളിനി ഒരു ദിവസം വരുന്നതായിരിക്കും. കേസ് നമ്മളെ ചന്ദ്രി ഉണ്ടല്ലോ, നമ്മുടെ ചന്ദ്രി എന്താണ്ട് നമ്മുടെ സോളോ പ്രിൻസ് അവിടെ എന്താണ്ട് എഴുതാൻ കരുതി പോയിരിക്കുകയാണ്. നമ്മൾ പണ്ട് പൊങ്കാലപ്പാറപ്പോൾ എഴുതിയത് ഇതുവരെയും കലിപ്പ് തേടാത്ത ആൾക്കാരൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് കേസ്. പക്ഷെ അതിനെപ്പറ്റി ഒരു താമസിച്ച ഒരു വീഡിയോ ഇറക്കുന്നതായിരിക്കും. നമ്മുടെ സോളോ പ്രിൻസ് അത് ഇറങ്ങിയിട്ടുണ്ട്. ഹലോ കേസ്, അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുപോലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ശരിയെന്നാ.